നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരു കൂട്ടായ്മയിലൂടെ സ്നേഹം നുകരാൻ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. അനുഭവ സാഗരത്തിന്റെ തിരമാലകളായി നമ്മുടെ കൂട്ടുകാരിതാ ആർത്തുല്ലസിക്കുന്നു. നമുക്കും അവരോടൊപ്പം ചേരാം. കാട്ടിലെ കൂട്ടുകാർ. ഈ പേപ്പർ വായിച്ച് ബോറടിച്ചു. എന്തെങ്കിലും ഫോണിൽ കുത്തിക്കളിക്കാമെന്ന് വെച്ചാൽ ഫോണുമില്ല. എന്താ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിന്നെ കേക്കുണ്ട്. ഞാൻ വയർ വെച്ചിട്ടാണ് ഈ ഫോണിൽ കളിക്കണത്. അത് ആദ്യമായി കേൾക്കുകയാണല്ലോ വിശക്കുമ്പോ ഫോണിൽ കളിക്കുന്നത്. അതെ, ഫോണിൽ കളിച്ച ദാഹം അറിയില്ല, വിശപ്പും അറിയില്ല. പണവും സമയവും പോണത് അറിയില്ല. പറഞ്ഞത് നേരെ, കപിൽ പറഞ്ഞത് വളരെ കറക്റ്റാ. അതെ, നമുക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരുന്നാലോ? എന്തായാലും കപിൽ പറഞ്ഞല്ലേ, നമുക്ക് അല്പം നേരം വർത്താനം പറഞ്ഞിരുന്നാലോ? ശരി, ഒരു വർത്താനം. എങ്കിൽ കപിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങിക്കോളൂ. ഏതാണോ? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ തുടങ്ങാം. എനിക്ക് വിശക്കുണ്ട്. അതിനെന്താ പരിപാടി അത് പറയേ. അത് സിമ്പിൾ അല്ലേ, ഫുഡ് അടിക്കണം. അതിനിപ്പോ ഫുഡ് എവിടെയാ? അത് വാങ്ങണം. എവിടുന്ന്? പുറത്ത് പോയി വാങ്ങണമെന്നേ. പുറത്തോ? അതേന്ന്, ടൗണിൽ പോയി നല്ല എന്തെങ്കിലും ഒന്നും ഫുഡ് വാങ്ങണം. നമുക്ക് ബിരിയാണി വാങ്ങാം, അതാ നല്ലത്. അത് കൊള്ളാം. അപ്പൊ പണമോ? നമുക്ക് ഷെയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ഓരോ ബിരിയാണി കഴിക്കാനുള്ള പണം ഷെയർ ചെയ്യണം. അത് കൊണ്ടുപോയിട്ട് ഒരാൾ പോയി വാങ്ങിക്കൊണ്ടുവരും. അത് കൊള്ളാം, സൂപ്പർ ഐഡിയ. ടൈം ഒട്ടും വേസ്റ്റ് ആക്കണ്ട, വേഗം വേണം, എനിക്ക് വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയ്യോ, എനിക്ക് വിശപ്പ് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പണം അങ്ങോട്ട് എടുത്തോളൂ, ഞാൻ പോയി വാങ്ങി വന്നോളാം. ആയിക്കോട്ടെ, തൽക്കാലം എല്ലാവരുടെയും പണം ഞാൻ തരാം. ഈ ഉപകാരം ഞാൻ മറന്നാലും പപ്പീസേ, വേഗം പോയി വാ, അപ്പോഴേക്കും ഞങ്ങള് കഴിക്കാൻ റെഡിയാവാ. അതെ, പറഞ്ഞത് ശരിയാ. വേഗം പോയിട്ട് വരും. ഓർമ്മയിട്ടില്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എന്റെ ഗംഭീരേ, ഞാൻ ടൗണിൽ പോകുന്നു, ബിരിയാണി വാങ്ങുന്നു, ദാ പോയി ദേ വന്നു. എങ്ങനെയുണ്ട്? വേഗം വന്നാ മതി. ഇത് ബോറടിക്കാതിരിക്കാൻ നിനക്ക്. തീർച്ചയായും. ഓ, കാൻഡി ക്രഷ് എത്ര കണ്ടിരിക്കുന്നത് ഞാൻ. പിന്നല്ല, ഷടാ, ഇവിടെയും കാണുന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മേ, ഈശ്വര, കാണുന്നില്ലല്ലോ. ദൈവമേ, ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? പണം വീണുപോയെന്ന് പറഞ്ഞ അവരാരും വിശ്വസിക്കത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. പണം മോഷ്ടിച്ചതാണെന്നേ അവർ കരുതുള്ളൂ.
എൻ്റെ അമ്മോ. ഷടാ, എന്ത് ചെയ്തിട്ടായാലും അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കണം. ഈശ്വര, ഒരു വഴി കാണിച്ചു തരണേ. എന്താ ഇപ്പൊ ഒരു വഴി? എന്തായാലും ആ ഹോട്ടൽ വരെ ഒന്ന് പോകാം. ഹോട്ടൽ ഉടമയോട് കാര്യം പറയാം. കടം ചോദിച്ചു നോക്കാം. കാര്യങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോ കടം തരുമായിരിക്കും. വന്ന് കിട്ടിയൊരു പുലുവാലി. ഫസ്റ്റ് കുട്ടി പിടിച്ച കിട്ടാത്ത വലിയ 20, 30, ചേട്ടാ, കോവറേട്ടാ. വെൽക്കം വെൽക്കം. എന്തപ്പോ ഇവിടെ നിക്കണത്? അത് പിന്നെ ചേട്ടാ, പറയുമ്പോ വേണ്ടത് ചോട്രി. എനിക്ക് ഒരു 4 ബിരിയാണി പാർസൽ വേണം. അത്രയുള്ളു? അതിനെ ഇത്ര ചമ്മല് അതങ്ങനെ പറഞ്ഞ പോലെ. അതിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പിന്നെ എന്റെ കയ്യിൽ കാശില്ല. കാശില്ലാതെ ബിരിയാണി പാഴ്സല് അത് കൊള്ളാം. അങ്ങനത്തെ ബിരിയാണി ചേട്ടാ, എന്നെ രക്ഷിക്കണം ചേട്ടാ. ഞാൻ വരുന്ന വഴിക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന പണം വീണ് പോയി. കൂട്ടുകാരെല്ലാരും ഷെയർ ചെയ്ത് തന്ന പണമാ ചേട്ടാ. പ്ലീസ് ചേട്ടാ. കാശില്ലാണ്ട് ബിരിയാണി തരാൻ പറ്റില്ലൂടെ? എന്റെ സത്യസന്ധതയുടെ പ്രശ്നമാ ചേട്ടാ. അല്ലെങ്കിൽ അവരുടെ കള്ളന്മാരായി കാണും. പ്ലീസ് ചേട്ടാ, പ്ലീസ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ചേട്ടാ. പ്ലീസ് ചേട്ടാ. എന്ത് വേണേലും ചെയ്യാം ചേട്ടാ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉറപ്പാണ് ചേട്ടാ. വിഷമിക്കട്ടാ. ഈ വിഷമത്തിലൊക്കെ പെടുന്ന ഈ കോറ് ഒരിക്കലും കൈപിടിച്ചിട്ടില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? വലിയ ഉപകാരം ചേട്ടാ, വളരെ ഉപകാരം. ഈശ്വരാ, എന്റെ അമ്മ, ഞാനിപ്പൊ വിശന്ന് ശരിയാ, എനിക്കും വിശന്നു തുടങ്ങി. പപ്പീസിനെ കാണുന്നില്ലല്ലോ. അമ്മ, എനിക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാൻ നിന്നൊക്കെ പിടിച്ച് തിന്നോട്ടോ. ഇത് എന്തൊരു വിശപ്പ്, എന്തൊരു ബഹളം. വിശപ്പിന്റെ വിഷമം നിനക്ക് അറിയണ്ട. വിശപ്പിന്റെ വില നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. കാരണം നമുക്ക് തക്ക സമയത്ത് വിശക്കുമ്പോ ഫുഡ് കിട്ടും. ഓ, എന്റെ മോട്ട് വിശന്ന കോട്ടലിലെ കരിയുമ്പോ ഒരു ഊട്ടക്കത്തെ തത്വപ്രസംഗം. അതെ അതെ അതെ. വിശപ്പടക്കാനാണെങ്കിൽ വീട്ടിൽ പോയി ചോറുണ്ടാ പോരെ. ഹോട്ടലിൽ നിന്ന് ബിരിയാണി തന്നെ വാങ്ങി കഴിക്കണമെന്ന് എന്താ നിർബന്ധം? എന്റെ മോട്ടോ, എനിക്ക് വിശന്ന പ്രാന്തെടുത്ത് നിക്ക്. ഞാൻ ചിലപ്പോ നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും, പറഞ്ഞേക്കാം. എന്താ ചെയ്യപ്പോ? ഈ നവന്മാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും. സമയം ഒരുപാടായില്ലേ? ഇപ്പൊ ഭക്ഷണം കിട്ടിയത് തന്നെ ആ കോറേട്ടന്റെ കനിവുകൊണ്ടാ. എന്നാലും ആ പണം എവിടെയാ വീണു പോയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്റെ നിരപരാധിത്വം അവർ അംഗീകരിച്ചാൽ മതിയായിരുന്നു. ചിലപ്പോ ഞാൻ പറയുന്ന കഥയൊന്നും അവർ വിശ്വസിക്കത്തില്ല. എല്ലാറ്റിനും ദൈവം ഒരു വഴി കാണിച്ചു തരും. അല്ലാതെ എന്ത് പറയാനാ? എന്റെ പൊന്നു ചങ്ങായിമാരെ, ഒന്നും പറയണ്ട ഇന്നത്തെ കാര്യങ്ങൾ. എന്താ ഒരു മണം, നല്ല ബിരിയാണിയുടെ മണമാണല്ലോ. ഇതാ മോട്ടോനുള്ളത്. ഇതാ ഇതിന് ബിരിയാണിയുടെ മണം ഇല്ലല്ലോ. മണം ഉണ്ടാവില്ല. എന്താ? അത് പിന്നെ അതിനകത്ത് ബിരിയാണി അല്ല. ബിരിയാണി അല്ലേ? അത് ചോറാ. ബിരിയാണിയുടെ മണം. കൂട്ടുകാരെ, എനിക്കൊരു അബദ്ധം പറ്റി. നിങ്ങൾ തന്ന കാശ് വഴിയിൽ വീണ് പോയി. അയ്യോ, സത്യമാ കൂട്ടുകാരെ, നിങ്ങൾ തന്ന പണം വീണ് പോയി. ഞാൻ ഫുഡ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടി. അത് എന്റെ കൈ പിന്നെ ബിരിയാണി മണക്കുന്നുണ്ട്. ഞങ്ങൾ തന്ന കാശ് ബിരിയാണി ഞങ്ങൾക്ക് ചോറുമായി വന്നിരിക്കുക. സത്യമായിട്ട് ഞാൻ നിരപരാധിയാണ് കൂട്ടുകാരെ.
ദേ ഇവിടെ വിശന്നിട്ട് നിക്കാൻ വയ്യ. അപ്പഴാ അവന് വയറെന്ന് വെച്ചിട്ടൊരു വരവ്. സത്യാണ് കൂട്ടുകാരെ, കോറേട്ടന്റെ സഹായം കൊണ്ടാ എനിക്ക് ഈ ചോറെങ്കിലും കിട്ടിയത്. ദേ ഞങ്ങളോട് കള്ളം പറഞ്ഞാലോ? അയ്യോ, നമുക്ക് കോവറേന്റെ കടയിൽ പോയാ കാര്യങ്ങൾ അറിയാലോ. അത് അത് നേരാ പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ. അതിന് ഈ ചോറ് നമുക്ക് കഴിക്കാം, എന്നിട്ട് കോവറേന്റെ കടയിൽ പോവാം. ശരി, അത് കൊള്ളാം. അത് ശരിയാ. എങ്കിൽ നമുക്ക് സമയം കളയണ്ട. ഇത് കാണുമ്പോഴൊരു ദേഷ്യം വരിക. ബിരിയാണി കഴിച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടില്ല അവന്റെ. ഇവരെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? ഇങ്ങനൊരു തട്ടിപ്പുകാരൻ. കണ്ടില്ലേ നമ്മുടെ ബിരിയാണി അടിച്ചിട്ടേ അവന് കിക്കായിട്ട് നടക്കാൻ കൂടി പറ്റുന്നില്ലേ? അത് ശരിയാ. നിങ്ങൾ വേഗം നടന്നേ, നമുക്ക് കോവറേനെ കണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ട് മതി. എന്തായാലും ബിരിയാണി കണ്ടപ്പോ ആക്രാന്തം കേറി മൊത്തം കഴിച്ചു. പണം തയ്യാണ്ട് വന്നപ്പോ നമുക്ക് ചോറ് വാങ്ങി വന്നു. അത്രയല്ലേ? എന്തായാലും സത്യം അറിയാലോ. നമ്മുടെ കോവറേട്ടൻ എത്തിയോ? കാത്തിരുന്ന വള്ളി കൈമ ചുറ്റി. ഹോട്ടലിൽ വരെ നടക്കേണ്ടി വന്നില്ലല്ലോ. പദയാത്ര ഞങ്ങള് ചേട്ടനെ കാണാൻ വരായിരുന്നു. മക്കള് ഇത് ഹോട്ടല് നേരത്തെ അടച്ചല്ലേ? ഹോട്ടലിലേക്കല്ല, ചേട്ടനെ കാണാനാ. എന്നെ കാണാൻ എന്തപ്പോ കാര്യം? അതെ, ഈ പപ്പീസ് ഞങ്ങൾ ഐഡിയപരമായി പറ്റിച്ചു. അതിന്റെ ഒരു വാസ്തവസ്ഥിതി അറിയാനാണ്. പറ്റിക്കത അരിയും പപ്പീസാ. അതേന്ന് ബിരിയാണി വാങ്ങിക്ക പണം കൊടുത്തു വിട്ടിട്ട് അതിന് ഈ ആക്രാന്തൻ ബിരിയാണി അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ചോറ് വാങ്ങി വന്നിരിക്കേ. എന്തൊക്കെ പറയുന്നത്? ആര് ബിരിയാണി കഴിച്ചത്? ഈ പപ്പീസ് അവന്റെ കൈയൊന്ന് മണത്ത് നോക്കിക്കേ, പറയാം. അപ്പൊ അതാണ് കാര്യല്ലേ? സംഗതി നേരാണിട്ടാ. ഈ പപ്പീസ് ഇവിടെ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി വാങ്ങാൻ തന്നെ വന്നതും, പക്ഷെ പാവത്തിന്റെ കയ്യില് കാശ് വഴിയിൽ കളഞ്ഞു പോയി. അതന്നെ ഞങ്ങളോടും പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് കേക്ക്. നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണത് അതിന് എന്തോ പണിയും ചെയ്യാമെന്ന് ഈ പപ്പീസ് പറഞ്ഞേ. കേക്ക് അങ്ങനെ എന്റെ കടയിലെ ബിരിയാണി ചെമ്പ് മുഴുവനും ഈ പാവം കഴുകി. ആ കഴുകിയ കാശിന് ബിരിയാണി വാങ്ങാൻ പണം തികയാണ്ട് വന്നപ്പോ ചോറ് വാങ്ങി വന്നതാ. നിങ്ങൾക്ക് മനസ്സിലാവണ്ട? അല്ല, അപ്പൊ പപ്പീസ് ഒന്നും കഴിച്ചില്ലേ? ഇല്ല ബോട്ടു, ഞാൻ കഴിക്കുന്ന കാശിന് കൂടി നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി. പാവം നിങ്ങൾ ഈ പപ്പീസിനെ വെറുതെ വിശ്വസിച്ചു. സാരമില്ല ചേട്ടാ, എന്റെ കൂട്ടുകാർക്ക് എന്റെ സത്യസന്ധത ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞങ്ങളോട് ക്ഷമിക്കൂ പപ്പീസേ. വിശന്നിരുന്ന പപ്പീസിന് ഒരു മണി ചോറ് പോലും തരാതെ ഞങ്ങള് കഴിച്ചു. പപ്പീസേ, ഞങ്ങള് തെറ്റിയാറാട്ടാ. ഞങ്ങള് കൂട്ടുകാരെ വിശ്വസിച്ചില്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണം പപ്പീസ്. സാരല്ല കൂട്ടുകാരെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സത്യം മനസ്സിലായല്ലോ, എനിക്ക് അത് മതി. മക്കള്, യഥാർത്ഥ കൂട്ടുകാർ ഒരിക്കലും തന്നെ കൂട്ടുകാർ ചതിക്കില്ല. സത്യം അറിയാണ്ട് നമ്മൾ മറ്റുള്ളവർ വിധിക്കുന്നതൊക്കെ തെറ്റാ. സംഭവങ്ങളുടെ വാസ്തവം എന്തെന്ന് അറിയാണ്ട് പ്രതികരിക്കുന്നതാണ് നമ്മളെ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കണത്. നിങ്ങൾ ഇനി നല്ല കൂട്ടുകാരെ പരസ്പരം സ്നേഹിച്ച് വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവും. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഭവങ്ങളിൽ നിന്ന് വചനഘോഷങ്ങളുടെ ആനന്ദലഹരിയിലേക്ക് കാണാം, കേൾക്കാം ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്താ അങ്കിൾ? ഞാൻ നിന്നെ കുറിച്ച് ഇന്ന് ചില കാര്യങ്ങൾ കേട്ടല്ലോ. എന്താ അങ്ങളായിട്ട്? ഇതെന്താ സ്കൂളിൽ സംഭവിച്ചേ? അത് അങ്ങൾ അറിഞ്ഞോ? ആ, അങ്കിൾ അറിഞ്ഞു. എന്താ സംഭവിച്ചത്? ഞാൻ അറിയില്ല. അത് പറ്റില്ല, അങ്കിളിൻ്റെ അടുത്ത് പറയണം. വേണ്ട. എന്താ പറ്റിയത്? എന്താ? വേണ്ട, അങ്ങൾ അറിഞ്ഞ എന്നെ വഴക്ക് പറയും. അങ്കിൾ വഴക്ക് പറയാതിരിക്കണമെങ്കിൽ സ്കൂളിൽ നടന്ന എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത് പറയണം. അറിയട്ടെ? ആ, എന്നെ വഴക്കറിയില്ലല്ലോ. ഇല്ല, വഴക്കൊന്നും പറയത്തില്ല, പറ. അറിയട്ടെ? ആ, ഇന്ന് എനിക്ക് അടി കിട്ടി. അത് ശരി. അടി കിട്ടിയോ? ടീച്ചറേ നിന്നാണോ അടി കിട്ടിയത്? അതെ. എന്തിനാ അടി കിട്ടിയത്? ഞാൻ ആ, ഏസിനോട് വഴക്കിട്ടു. ബേസിലിനോട് വഴക്കു കൂടിയതിനാണല്ലേ? ഓ, അത് ശരി. വഴക്കു കൂടിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ അങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? അത് അങ്കിളിന് അറിയാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ ആ ഏസിൽ എന്നെ ചീത്ത പറഞ്ഞു. ആ, ചീത്ത പറഞ്ഞു. അപ്പം നീ എന്താ ചെയ്തേ? ഞാനോട് ചീത്ത പറഞ്ഞു. ഓ, അപ്പം ചീത്ത വാക്കുകൾ ഉപയോഗിച്ചല്ലേ? അതെ അതെ. ആ, അപ്പം ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് ടീച്ചർ തല്ലിയോ? തന്നെ. ആ, വേദന എടുത്തോ? വേദന എടുത്തു. അത് ശരി. അപ്പം അങ്കിളും കൂടി ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടി പോവാ. അയ്യോ വേണ്ട വേണ്ട, തല്ലില്ലെന്ന് പറഞ്ഞല്ലേ.
ഓക്കെ, തല്ലുന്നില്ല. പക്ഷേ ഇനി ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഇല്ല അങ്കിൾ. നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അങ്കിൾ? ഉപ്പിനാൽ രുചി വരുത്തണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? രുചി കൂട്ടാൻ. അതെ, രുചി കൂട്ടാൻ വേണ്ടി അല്ലേ? ആഹാരപാനീയങ്ങളിലൊക്കെ ഉപ്പിടുമ്പോഴാണ് അതിൻ്റെ രുചി വർദ്ധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓരോ വാക്കുകളും ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ നാം ഉപയോഗിക്കണം. വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം ഉപയോഗിക്കുവാനായിട്ട്. മറ്റുള്ളവർക്ക് മധുരം പകരുന്ന വാക്കുകളായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സംസാരങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം. അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയാണോ അതോ സന്തോഷിപ്പിക്കുകയാണോ? അങ്കിൾ, എൻ്റെ ആദ്യ തെറ്റ് വന്നുപോയി. വൃദ്ധസദനത്തിൽ നടന്ന ഒരു സംഭവ കഥ അങ്കിൾ പറയാം. ഓക്കെ അങ്കിൾ. ഒരു സ്ഥലത്ത് പ്രായമുള്ള 2 പേരുണ്ടായിരുന്നു. ഒരു വ്യക്തി കിടന്നത് അവിടെ അടുത്ത് ഒരു ജനലിൻ്റെ സൈഡിലാണ്. മറ്റൊരു വ്യക്തിയാണെങ്കിൽ ഒന്ന് റൂമിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ്. അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് പല കാര്യങ്ങൾ അന്യോന്യം പങ്കുവെക്കാറുണ്ട്. ഈ ജനലിൻ്റെ സമീപത്ത് കിടക്കുന്നയാൾ അദ്ദേഹം അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റിരുന്ന് ജനലിലൂടെ പുറത്തോട്ട് നോക്കി വളരെ സന്തോഷകരമായ അനേക കാര്യങ്ങൾ മധ്യഭാഗത്ത് കിടന്നിരുന്ന ആളോട് പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാണോ പറഞ്ഞത്? അദ്ദേഹം ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ, തോടുകളെക്കുറിച്ച്, പൂക്കളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, അതുപോലെ തന്നെ അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളെക്കുറിച്ച്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവിടെ കിടക്കുന്ന ആ മധ്യഭാഗത്ത് കിടക്കുന്ന ആ പ്രായമുള്ള വ്യക്തിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്നും ഒരു സമയത്ത് ഇത് കേൾക്കാനായിട്ട് കാതോർത്തിരിക്കും ഈ വ്യക്തി. അങ്ങനെ ഒരു ദിവസം വളരെ യാദൃശ്യമായി ഒരു കാര്യം സംഭവിച്ചു. എന്താണ് ഉണ്ടായത്? ഈ ജനലിൻ്റെ സൈഡിൽ കിടന്നിരുന്ന വ്യക്തി മരണപ്പെട്ടു. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കൊണ്ടുപോയി നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷയെല്ലാം നടത്തി. തിരികെ വന്ന ആ വൃദ്ധസദനത്തിലെ അധികാരികളോട് മധ്യഭാഗത്ത് കിടന്ന വ്യക്തി പറഞ്ഞു, എന്നെ ആ ജനലിൻ്റെ സൈഡിൽ ഒന്ന് കിടത്താമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അതിനെന്താ, കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ അവിടെ കിടത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം വളരെ ആഗ്രഹത്തോടുകൂടെ ജനലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് കിടത്തിയതും അദ്ദേഹം പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞ ആ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ജനലിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കണ്ടത്. അവിടെ കണ്ടെന്താണെന്നറിയാമോ? അവിടെ ഒരു കൂറ്റൻ ബിൽഡിംഗ് ആണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം നുണ പറഞ്ഞത് എന്നോട്? അവിടെ അങ്ങനത്തെ ഒന്നും അവിടെ അദ്ദേഹം കണ്ടില്ലല്ലോ. അവിടെ വലിയ കെട്ടിടങ്ങൾ മാത്രമാണ്, പൂക്കളും പുഴകളും പക്ഷികളും കുട്ടികൾ കളിക്കുന്നതും ഒന്നും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ വൃദ്ധസദനത്തിൽ ജോലി ചെയ്ത ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഇദ്ദേഹം എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും നാൾ നുണ പറഞ്ഞത്? അദ്ദേഹം ഉടനെ ചിരിച്ചുകൊണ്ട് ഈ വന്ന ജോലിക്കാരൻ പറഞ്ഞു, അദ്ദേഹം കണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല. അദ്ദേഹം ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. നോക്കുക, കാഴ്ചയില്ലാത്ത വ്യക്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മനോഹരമായ കാര്യങ്ങൾ തൻ്റെ മരണം വരെയും പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ കൂട്ടുകാരെ മുറിവേൽപ്പിക്കാറുണ്ടോ? നമ്മുടെ ടിങ്കു പേസിലിനോട് ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയല്ല, അവരെ സന്തോഷിപ്പിക്കുകയും അവരെ തിരുത്തുകയും ചെയ്തുകൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓക്കെ, ബൈ. ഇന്നത്തെ കളിച്ചിരി ചിന്തകൾ ആസ്വദിച്ചുവോ? മടിക്കണ്ട, എഴുതൂ. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സ്നേഹവിരുന്നിന്റെ നിറക്കൂട്ടുകളുമായി അടുത്ത ആഴ്ച കാണുന്നത് വരെ ബൈ.